ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര വേറെ എവിടേക്കുമല്ല, കേരളത്തിൻ്റെ ഫ്രൂട്ട്സ് വില്ലേജ് എന്നറിയപ്പെടുന്ന വട്ടവടേക്കാണ് കേട്ടോ. അപ്പോൾ വട്ടവടേക്ക് നമ്മുടെ അവിടെ നിന്ന് അത്യാവശ്യം ദൂരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോണ വഴിയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ പെട്ടെന്ന് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. കാരണം നമ്മുടെ ഒരു 2 days ഉള്ളൂ. അപ്പോൾ ഫാമിലി ഫുള്ളായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നവരുണ്ട്, കോളേജിൽ പോകുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു 2 days ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളൊരു ട്രാവലർ എടുത്തിട്ട് 14 പേരായിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു വാട്ടർഫോൾ കണ്ടപ്പോൾ അങ്ങനെ ആ വാട്ടർഫോളിൻ്റെ അവിടെ നിർത്തി. ആക്ച്വലി നമ്മൾ വട്ടവടയ്ക്ക് പോകുന്ന വഴി ഒരുപാട് വാട്ടർഫോൾ കാണും കേട്ടോ. പക്ഷേ ഇതായിരുന്നു കേട്ടോ കണ്ടതിൽ ഏറ്റവും വലിയ വാട്ടർഫോൾ. അപ്പോൾ അതിൻ്റെ അവിടെ നമ്മൾ നിർത്തി. അത് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെറുതും വലുതുമായിട്ട് ഒരുപാട് വീണ്ടും കാണും. അപ്പോൾ ഈ ഒരു വാട്ടർഫോളിൻ്റെ അവിടെ ഓൾറെഡി ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അതേപോലെ ട്രാവലർ സൈഡാക്കി നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ മൂന്നാർ വഴിയാണ് പോവുക. അപ്പോൾ മൂന്നാർ കാണാത്തവരുണ്ടെങ്കിൽ അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു വണ്ടി എക്സ്ട്രാ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. മൂന്നാറും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. നമ്മൾ പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഈ ഒരു ഡാം വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു വന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ക്ലൈമറ്റ് കാരണം അവർ നിർത്തി വെച്ചേക്കായിരുന്നു. നമ്മൾ പോയ ടൈമിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് അവിടെ സൈഡാക്കി, അവിടെ നിന്ന് കുറച്ചും കൂടി പോയിട്ട് സൈഡാക്കി ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ ഈ ഒരു ഇത് ഡാമിൻ്റെ തന്നെ ഒരു വേറൊരു സൈഡാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങി നല്ലൊരു സ്ഥലമായിരുന്നു. അവിടെ ഫോട്ടോസ് എടുക്കാനായാലും ഒക്കെ നല്ല സെറ്റ് അടിപൊളി വൈബായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ജേർണി വീണ്ടും ഈ ഒരു മൂന്നാർ വഴിയാണ്. ടി എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടുത്തെ വ്യൂവിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. മൂന്നാർ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റിയൊരു സ്പോട്ടാണ് മൂന്നാർ. അപ്പോൾ അങ്ങനെ അവിടെ എന്തോ ഒരു എക്കോ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്കോ പോയിൻറ്റിൽ നമ്മൾ നിർത്തി. എന്നിട്ട് നമ്മൾ വ്യൂവും കാര്യങ്ങളും കണ്ടു. പ്രത്യേകിച്ച് വ്യൂ എന്നൊന്നും എനിക്ക് തോന്നിയില്ല, ബട്ട് എക്കോ പോയിൻ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ പോയി. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു. അവിടെ പ്രത്യേകിച്ച് വ്യത്യാസമായിട്ടൊന്നും കാണാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു എക്കോ പോയിൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മഴ പെയ്യാൻ തുടങ്ങിയത് നമ്മൾ മഴ ഇങ്ങനെ ചാറി നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ സൈഡിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ 6 മണിക്ക് മുന്നേ നമുക്ക് ഈ വട്ടവട ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തണം. 6 AM ഓപ്പൺ ചെയ്യും, 6 PM ക്ലോസ് ചെയ്യുന്നതാണ് അവരുടെ ടൈമിംഗ്. ബട്ട് 6 മണിക്ക് ശേഷം വണ്ടികൾ പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും 6 മണിക്ക് മുന്നേ എത്തണം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3 മണി ഒക്കെ ആകുമ്പോൾ 3:30 ആകുമ്പോൾ ആ ഒരു ഏരിയയിൽ പോസ്റ്റിൻ്റെ അവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ചെക്ക് പോസ്റ്റ് കടന്നു പോയി കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. ഇവിടെയും സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ എന്താ പറയുക നാഷണൽ പാർക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാവുന്ന കേട്ടോ. ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യും. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ കാണാനൊക്കെ വൈൽഡ് ലൈഫൊക്കെ കാണാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് കാട്ടുപോത്തിനൊക്കെ കണ്ടു. അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സഹാരി ജംഗിൾ റിസോർട്ടിലാണ്. നമ്മൾ ആ മറ്റേ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് സ്ട്രെയിറ്റ് അങ്ങ് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് കേട്ടോ ഈ ഒരു സഹാരി ജംഗിൾ റിസോർട്ടും. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈൻ കണ്ടിട്ട് ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ പ്രൈസ് വന്നിട്ട് പെർ കോട്ടേജ് 13,000 ആയിരുന്നു. നമ്മൾ 2 കോട്ടേജ് ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. നേരിട്ട് വന്ന് കണ്ടപ്പോഴും അടിപൊളിയായിരുന്നു. പക്ഷേ അവരുടെ സർവീസ് നമുക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ലൈക്ക് ഫുഡ് കൊണ്ടുവന്നിരുന്നതായാലും ഒക്കെ ടൈമും കാര്യങ്ങളൊക്കെ വളരെ ഡിലേ ആയിരുന്നു. പിന്നെ മഴയുള്ള ടൈം ആയതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതർവൈസ് ഇറ്റ് വാസ് നൈസ്. വ്യൂ വൈസും മറ്റേ ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അട്ട ഉണ്ടായിരുന്നു കേട്ടോ. അത് വേറൊരു പ്രശ്നമാണ്. ഞാൻ ഇവിടെ ചെന്നിട്ടാണ് ആദ്യമായിട്ട് അട്ടേനൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനത്തൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം ഫ്രഷായിട്ട് നൈറ്റ് എന്താ പറയുക ക്യാമ്പ് ഫയറൊക്കെ വരെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ട് നൈറ്റിൽ. അപ്പോൾ അങ്ങനെ ബാർബിക്യൂ ചെയ്യാനും എല്ലാ ഫെസിലിറ്റീസും അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നൈറ്റിൽ നല്ല സെറ്റായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് ഇവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കോട്ടേജിലേക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ എന്നിട്ട് എല്ലാവരും കൂടി ഒരു കോട്ടേജിൽ കൂടി ഇരുന്ന് പാട്ടുപാടും പരിപാടിയൊക്കെ ആയിരുന്നു. സോ
സോ ഇറ്റ്സ് നെക്സ്റ്റ് ഡേ മോർണിംഗ്. ദിസ് ഈസ് ആർ ഡേ 2. അപ്പോൾ ഡേ 2 മോർണിംഗ് തന്നെ നമ്മൾ ഇവരെ ജീപ്പ് സഫാരി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അഡീഷണൽ ചാർജസ് വരുന്നുണ്ട് ഈ ഒരു ജീപ്പ് സഫാരിക്ക്. പെർ പേഴ്സൺ 250 അതോ പെർ പേഴ്സൺ 250 ആയിട്ടും പോവാം. അതേപോലെ തന്നെ 2500 പെർ ജീപ്പ് അങ്ങനെയൊക്കെയായിട്ട് അതിന് പ്രൈസിങ് വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ അതനുസരിച്ചിട്ടാണ് ഇവർ റേറ്റും കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവർ കൊണ്ടുപോയത് ഈ ഒരു വ്യൂ പോയിൻറ്റിലായിരുന്നു. മറ്റേ നായാട്ടു എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു ലൊക്കേഷനാണിത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർഫോൾ കാണാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ എന്താ പറയുക, നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടിൻ്റെ ആൾക്കാർ തന്നെയാണ് നമുക്ക് ഈ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ അടുത്തൊരു വാട്ടർഫോളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പോകുന്ന വഴി ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു വഴിയായിരുന്നു. നല്ല രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ. ഇവിടെ ലൈക്ക് വണ്ടികളുടെ ശബ്ദമില്ല, ഒന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ദ സൗണ്ട് ഓഫ് നേച്ചർ. അപ്പോൾ ലൈക്ക് നല്ല രസവും കാര്യങ്ങളുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു വാട്ടർഫോൾ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവർ കൊണ്ടുപോയത് ഈ ഒരു സ്ട്രോബെറി ഫാമിലേക്കാണ്. ബട്ട് ഈ ഒരു ഫാമിൽ ഈ ഒരു ടൈമിങ് കഴിഞ്ഞതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോബെറികളൊന്നും നല്ലതായിരുന്നില്ല. എല്ലാത്തിലും വെള്ളം കയറിയിരിക്കുന്ന ഒരു ടൈമായിരുന്നു. നമ്മൾ പോയ ടൈമിങ് നിങ്ങൾ വരികയാണെങ്കിൽ അധികം മഴയൊന്നുമില്ലാത്ത ടൈമിൽ വരാനായിട്ട് നോക്കുക. പിന്നെ അതെന്താ അവർ സ്ട്രോബെറി ജ്യൂസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ജാം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. കള്ളക്കുഞ്ഞു നോക്കട്ടെ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും വീണ്ടും മഴ ചാറിത്തുടങ്ങി. മഴ കുറച്ച് നേരം ചാറും നിൽക്കും, അങ്ങനെയായിട്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ വന്നിട്ട് അത് കഴിഞ്ഞ് വണ്ടി കയറിയപ്പോഴായിരുന്നു ആ ചിറ്റേനെ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അട്ടേനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് നമുക്ക് എല്ലാവർക്കും പേടിയായിരുന്നു കേട്ടോ. അട്ടേനെ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ സാധനത്തിന് ഭയങ്കര പേടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ചായ കുടിച്ച ഗ്ലാസ്സൊക്കെ അതേപോലെ തന്നെ അവിടെ ഇരിക്കുകയായിരുന്നു. അവരത് എടുത്തുകൊണ്ട് പോവുക, ക്ലീൻ ചെയ്യുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നമ്മളത് ആനക്കുളത്തേക്ക് വന്നേക്കണം. ആനേനെ കാണാൻ ആഗ്രഹിച്ച് നമ്മളൊരു 2 മണിക്കൂറൊക്കെ അവിടെ ഇരുന്നു. നമ്മൾ റെയിൻകോട്ടും വാങ്ങി, ഇവിടെ വന്ന് ഇറങ്ങണ്ടേന്ന് വെച്ചിട്ട് റെയിൻകോട്ട് വാങ്ങി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇവിടെ ആനേനെ ഒന്നും നമുക്ക് കാണാനായിട്ട് കിട്ടിയില്ല. എന്തോ പെർട്ടിക്കുലർ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആനയ്ക്ക് വരുന്നതിന്. അപ്പോൾ അങ്ങനെ കുളം മാത്രം കണ്ട് ആനേനെ കാണാണ്ട് നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും ന്യൂസിലും കാര്യത്തിലൊക്കെ അലേർട്ടും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഭയങ്കര മഴ ആയതുകൊണ്ട് തന്നെ പല റോഡുകളും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് പോവുമായിരുന്നു. ബട്ട് ആ ഒരു ടൈമിലാണ് ഈ ഒരു സിപ്പ് ലൈൻ നമ്മുടെ കണ്ണിൽ പെട്ടത്. പിന്നെ എന്താ പറയുക, വല്യച്ഛന്മാരും വല്യമ്മമാരൊക്കെ അവർക്ക് ചായ കുടിക്കുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ആ ടൈം കൊണ്ട് സിപ്പ് ലൈനിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സിപ്പ് ലൈനിൽ കയറി. ചെറിയ ചാറ്റൽ മഴയും അതേപോലെ നല്ല കാറ്റും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഈ ഒരു സിപ്പ് ലൈൻ. 500 rupees ആയിട്ട് അവർ പെർ പേഴ്സൺ ചാർജ് ചെയ്യുന്ന 1 kilometer അങ്ങോട്ടും 1 kilometer ഇങ്ങോട്ടും ആയിട്ട്. നല്ലൊരു ജേണി ഉണ്ടായിരുന്നു. പക്ഷെ മുക്കാൽ ഭാഗം എത്തിയപ്പോഴത്തേക്ക് അത് നിന്നു, കാറ്റ് കാരണം നിന്നോട്ട് ഇടയിൽ വെച്ചിട്ട്. അപ്പോൾ ചെറുതായിട്ടൊരു പേടിയായി. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആൾ വന്ന് പിന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അടിപൊളിയായിട്ട് ആ ഒരു കാറ്റിൻ്റെ ഫ്ലോയിൽ അങ്ങോട്ട് എത്തി. അപ്പോൾ എന്താ പറയുക, എനിക്ക് ആക്ച്വലി റിപ്ലൈ ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു സിപ്പ് ലൈൻ ആയിരുന്നു കേട്ടോ. സിപ്പ് ലൈൻ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു 2 day ട്രിപ്പ്. ഇങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് കോസ്റ്റ് വന്നത് പെർ പേഴ്സൺ 4000 rupees ആണ് വന്നത്. നമ്മൾ 14 പേരായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.